സൂപ്പർ ലീഗ് കേരള വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. കോർപ്പറേഷൻ സ്റ്റേഡിയം നമുക്കറിയാം കോഴിക്കോട് ടീമിൻ്റെയും ഒപ്പം തന്നെ കണ്ണൂർ വാരിയേഴ്സിൻ്റെയും ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം ഇവിടെ ഉണ്ട്. കണ്ണൂരിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് മത്സരം കാണാനെത്തുന്നു, ഒപ്പം കോഴിക്കോടുള്ള ആളുകളും എത്തുന്നു. വാശിയേറിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കുറേ കൂടി ഗെയിം മുന്നോട്ട് പോകുമ്പോൾ കുറേ കൂടി വലിയ ആൾക്കൂട്ടം, ഗാലറി മുഴുവൻ നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. എന്നോടൊപ്പം കണ്ണൂർ വാരിയേഴ്സിൻ്റെ സഹ ഉടമകൾ ശ്രീ നിബു ജോസ്, ഒപ്പം തന്നെ ശ്രീ അജിത് ജോയ്, രണ്ടുപേരും ചേരുകയാണ്. ഒപ്പം സൂപ്പർ ലീഗ് കേരളയുടെ CEO ശ്രീ മാത്യു, ഒപ്പം ശ്രീ ഫിറോസ് മീരാൻ, മാനേജിംഗ് ഡയറക്ടർ അതിനൊപ്പം ചേരുകയാണ്. ഞാൻ കണ്ണൂർ ടീമിനൊപ്പം ഒന്ന് പോവാണ്. ഇത് കോഴിക്കോടാണ് സ്ഥലം, എന്നാൽ പോലും കണ്ണൂരിൻ്റെ തട്ടകമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ മത്സരങ്ങൾ? ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് സൂപ്പർ ലീഗിൻ്റെ വരവോടുകൂടി. ഞാൻ കൊച്ചിക്കാരനാണ്, പക്ഷേ കണ്ണൂരിൽ തട്ടകത്തിൽ വന്ന് മനസ്സിലായി ഒരു ക്രോസ് സ്റ്റേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഓരോ ഡിസ്ട്രിക്റ്റുകാർക്കും അവരുടേതായ ഒരു ഫുട്ബോൾ ടീം ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഹരം തന്നെയാണ്. കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. അതാണ്, ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. ശ്രീ അജിത്ത്, സ്വാഭാവികമായും കൊച്ചിയിലുള്ള ആളുകൾ വന്ന് കണ്ണൂർ ടീമിനൊപ്പം നിൽക്കുന്നു. പ്ലെയേഴ്സ് ആണെങ്കിൽ കണ്ണൂരിലുള്ള CK വിനീത് തൃശ്ശൂരിൽ കളിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് കൊച്ചിക്കാരനാണ്. അപ്പം നമ്മൾ മൊത്തത്തിൽ കേരളത്തിലെ ഒരു ഫുട്ബോളിന്റെ ഒരു വളർച്ചയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ ലീഗ് വരുന്നതോടുകൂടി ഇന്റർനാഷണൽ ഫുട്ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ അക്കാഡമീസിലും പഠനവും കൂടെ ഒന്നിച്ച് നടക്കാവുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയായിട്ട് കണ്ടാൽ മതി ഇത്. ഓൾറെഡി ഇപ്പം മലപ്പുറം, ട്രിവാൻഡ്രത്തും ഒക്കെ വലിയ സ്റ്റേഡിയംസും അതിനോടനുബന്ധിച്ച് സ്കൂളിങ്ങും സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ലെവലിലേക്ക് ടീമുകൾക്ക് വളരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും പഠനത്തോടുകൂടിയുള്ളൊരു കളിക്കാനായിട്ടും പിന്നെ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് വരുന്നതും അത് അവരോടുകൂടി കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ ടീമിൻ്റെ അല്ലെങ്കിൽ സ്റ്റാമിന വർദ്ധിക്കുകയും ആ ഒരു അഗ്രസീവ്നെസ്സും ആ കോച്ചിങ് സ്റ്റൈലും ആ ഒരു ഫിറ്റ്നസ് ഇതും പ്രോ ലീഗ് കോച്ചസും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഒരു മിക്സും ഇതൊരു ISLൻ്റെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ പ്ലേയേഴ്സും കേരളത്തിൽ നിന്ന് വളർന്നു വരുന്ന പ്ലേയേഴ്സും എല്ലാവരും കൂടെ വരുന്ന ഒരു കോക്ടെയിൽ ഫോർ സക്സസ് എന്ന് പറയുന്ന ഒരു ഡൈനമിക് പ്ലാറ്റ്ഫോമായത്. ഇനി ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വരും. നമുക്കപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പം കോഴിക്കോട് വന്നാണ് കണ്ണൂർ ടീം കളിക്കുന്നത്, തൃശ്ശൂർ ടീം മലപ്പുറം ആണ് അവരുടെ ഹോം ഗ്രൗണ്ട്. അപ്പോൾ കേരളം മുഴുവൻ ഓരോ ടീമുകളും ആ ടീമുകൾക്കൊക്കെ ഓരോ ഹോം ഗ്രൗണ്ടും സ്വാഭാവികമായി അതായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. അതെ, കേരള ഫുട്ബോൾ അസോസിയേഷൻ ഓൾറെഡി കണ്ണൂരത്തെ ഗ്രൗണ്ട് സൈൻ ചെയ്ത് ഏറ്റെടുക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഹാൻഡ് ഓവറിന് വെയിറ്റ് ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി ചിലപ്പോൾ അടുത്ത കൊല്ലം അതിന് മാത്രം പണിയുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കൂടെ നീണ്ടെന്ന് വരും. അപ്പോൾ അത് ടൈം എടുക്കാം. പക്ഷേ എന്നാലും 1-2 കൊല്ലത്തിനകത്ത് കണ്ണൂരിൻ്റെ ഒരു സ്റ്റേഡിയം കോർപ്പറേഷൻ ഗ്രൗണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. അതാണ്. അപ്പോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പം നമുക്ക് വലിയ ഗ്രൗണ്ടുകൾ വേണം, നല്ല നല്ല താരങ്ങൾ വേണം. ശ്രീ മാത്യു, എങ്ങനെയുണ്ട് ആദ്യ റൗണ്ട്? എല്ലാ ടീമുകളും ഒന്ന് പരസ്പരം ഏറ്റുമുട്ടി കഴിഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിച്ചൊരു റെസ്പോൺസ് ഇതിന് വന്നു തുടങ്ങി? മഹേഷ്, ഇന്ന് ഓണം ആണെങ്കിലും ഓണത്തിൻ്റെ ഒരു സീസൺ ആണെങ്കിലും മഹേഷിന് ഇത്ര ബിസി ആയിരുന്നു, ഫാമിലിയും ഓഫീസും ഒക്കെ ആയിട്ട്. ബട്ട് എനിക്കിന്ന് ഒരു 10,000 ആൾക്കാർ വന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഒരു പ്രൂവ് ചെയ്യുന്നതാണ് ദാറ്റ് എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് നമ്മുടെ ഫുട്ബോളും സൂപ്പർ ലീഗ് കേരളയിൽ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു ഹാപ്പിനെസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ലൈറ്റ്സ് കാണുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരു വിതിന് ഷോർട്ട് സ്പാൻ കൊണ്ടുവന്ന് കാലിക്കറ്റ് സ്റ്റേഡിയം തന്നെ ഒരു ഹൈടെക് ഗ്രീൻ സ്റ്റേഡിയം ആക്കാൻ പറ്റി. ലൈറ്റ്സിൻ്റെ കൺസംഷൻ, ഇലക്ട്രിസിറ്റി കൺസംഷൻ, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈറ്റ് ഇവിടെ നാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സാണ് ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സോ അതിനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ടീമുകൾ ആദ്യ റൗണ്ട് ഏറ്റുമുട്ടി മത്സരത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മത്സരം ടീമുകൾ എത്രമാത്രം വലിയ ഒരു പോര് കാണിക്കുന്നുണ്ട്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് ആയിരുന്നെങ്കിലും നെക്ക് ടു നെക്ക് ആയിരുന്നു. ആൻഡ് നാളെ മലപ്പുറം വേഴ്സസ് കോഴിക്കോടാണ് നാളത്തെ മാച്ച്. ഓൾറെഡി ഒരു സോൾഡ് ഔട്ട് സിറ്റുവേഷനിലാണ് സ്റ്റേഡിയം. സോ അത്രയും റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ഇളകി പറയും പയ്യനാട് സ്റ്റേഡിയം അല്ലേ? ശ്രീ ഫിറോസ് മീരാൻ, നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച് നിർത്തിയത് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു. അപ്പം കാണികൾ ഇങ്ങനെ കൂടുതലായി ഗാലറിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അവരെ കൂടി ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. എത്രമാത്രം വലിയൊരു മാറ്റം ഇത് തുടങ്ങിയതിന് ശേഷം നമുക്കുണ്ടായിട്ടുണ്ട്? ഒത്തിരി ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഓരോ മാച്ച് കഴിയുമ്പോഴും കൂടുതൽ ലേണിങ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത മാച്ചിലേക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക ആ ഒരു ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്.
പക്ഷേ കൂടുതൽ ഓഡിയൻസ് വരുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ്. ബിക്കോസ് കൂടുതൽ ഗെയിംസ് ഹോം ഗ്രൗണ്ട്സിൽ വരുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അത് വന്ന് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ് എല്ലാ സ്ഥലങ്ങളിലും. നാളെ മുമ്പ് പറഞ്ഞ പോലെ ഒരു മലബാർ ഡെർബിയാണ്, കാലിക്കറ്റ് വേഴ്സസ് മലപ്പുറം. ടിക്കറ്റ്സ് ആർ ഓൾറെഡി സോൾഡ് ഔട്ട്. വി ആർ എക്സ്പെക്ടിങ് എ ഫുൾ സ്റ്റേഡിയം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആക്ച്വലി വി ആർ റിയലി ഹാപ്പി. ഓക്കെ, നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൂടി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ മൊത്തം ഫുട്ബോളിനെ കുറിച്ചാവും നമ്മുടെ സംസാരം. സ്വാഭാവികമായും ഫുട്ബോൾ ആരാധകർക്ക് കുറേ കൂടി ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണാൻ. അപ്പം ഇനി അങ്ങോട്ട് കുറച്ചൊരു സ്റ്റേജ് മുന്നോട്ട് പോകാനുണ്ട്. ലീഗ് മത്സരങ്ങൾ തന്നെ 50 മത്സരങ്ങളോളം ആകെ വരും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ആളുകളെ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് കാണികളോട് നിങ്ങളിങ്ങോട്ട് കയറി വാ എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? മെയിനായിട്ടുള്ളത് ഈ 4 ഗ്രൗണ്ട്സിലാണ് ഈ ഗെയിംസ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് ആ ഗ്രൗണ്ട്സ് വിസിറ്റ് ചെയ്ത് ലൈവായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ, ദാറ്റ് ഈസ് കേരളത്തിലെ വിവിധ ഭാഗത്തിൽ ലൈവായിട്ട് ഗെയിംസ് കാണാനുള്ള ഒരു ഓപ്ഷൻ, അത് ആണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഹോം ടീംസാണ്. അപ്പോൾ ഈവൻ ISL സപ്പോർട്ടേഴ്സ് ആണെങ്കിലും ഹാർഡ് കോർ ഫോളോവേഴ്സ് ആണെങ്കിലും we hope that when those games are not there, they'll come and support their local teams. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, വിച്ച് വി ആർ വെരി ഹാപ്പി. അതാണ്. അപ്പോൾ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് സൂപ്പർ ലീഗ് കേരള. വാശിയേറിയ മത്സരങ്ങൾ ഇനിയും നടക്കാറുണ്ട്. മലബാർ ഡെർബി നമുക്കറിയാം, സ്വാഭാവികമായും കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും ഉൾപ്പെടുന്ന ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഗാലറിയിൽ വലിയ ആവേശം മലബാറിൽ നിന്ന് വല്ലാണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വലിയ ആവേശത്തിലായിരിക്കും. താങ്ക് യു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ശരത് ലാലിനും ബബീഷിനുമൊപ്പം മഹേഷ് പോലോ, മീഡിയ 1.